ഈ കോളിലുള്ള എല്ലാ സഹോദരന്മാരും എല്ലാവർക്കും സ്വാമിയുടെ പൂർണ്ണമായ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ഈ സെഷൻ തുടങ്ങാൻ ഭഗവാനോട് അനുവാദവും അനുഗ്രഹവും പ്രാർത്ഥിച്ചുകൊണ്ട് കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് റേഡിയോ സായില് TVS മോട്ടോഴ്സിന്റെ ചെയർമാൻ വേണു ശ്രീനിവാസനുമായിട്ടുള്ള ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. 2 ഭാഗം. അതിൽ ആദ്യത്തെ ഭാഗം, ആ ഇന്റർവ്യൂല് ഒരുപാട് ലെസൺസ് നമുക്ക് പഠിക്കാനുണ്ട്. സ്വാമി പറഞ്ഞത് ഇന്ന് സ്വാമിയുടെ അനുഗ്രഹം കൊണ്ട് ഏതെല്ലാം പാഠങ്ങളാണ് നമ്മൾ പഠിക്കേണ്ടത് നോക്കാം. ആ ഒരു ഇന്റർവ്യൂവിൽ നിന്ന് ഭഗവാന്റെ കാര്യങ്ങൾ പറയുമ്പോൾ, ഒന്ന്, യത് ഭാവം തത് ഭവതി എന്നുള്ള ലെസനാണ്. എങ്ങനെയാണോ നമ്മൾ സ്വാമിയെ കാണുന്നത്, ഏത് ഭാവത്തോടു കൂടിയാണോ കാണുന്നത്, അതേ ഭാവത്തോടെയാണ് സ്വാമി നമ്മളെ കാണുന്നത്. അതുകൊണ്ടാണ് സ്വാമി പറഞ്ഞത്, നീ എന്നെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഞാൻ നിന്നെക്കുറിച്ച് ചിന്തിക്കും. നീ എത്ര ശക്തമായിട്ടോ ചിന്തിക്കുന്നത്, അത്ര ശക്തമായിട്ട് ഞാൻ നിന്നെക്കുറിച്ച് ചിന്തിക്കും. ഞാൻ ഭഗവാനെ ഈശ്വരനായിട്ട് കാണുകയാണെങ്കിൽ ചെറിയൊരു ഡിസ്റ്റൻസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഭഗവാൻ ഈശ്വരൻ, ഞാൻ സാധാരണ മനുഷ്യൻ. ഞാൻ ഭഗവാനെ എൻ്റെ അമ്മയായിട്ട് കാണുകയാണെങ്കിൽ, സ്വാമി ചോദിക്കാറുണ്ട്, ആരതി എടുക്കുമ്പോൾ മാതാ പിതാ ഗുരു ദൈവം എന്ന് പറഞ്ഞ് ഭഗവാന് നമ്മൾ ആരതി ഒഴിയുമ്പോൾ സ്വാമി ചോദിക്കുകയാണ്, ആ ആരതി ഒഴിയുന്ന സമയത്തെങ്കിലും നീ വിചാരിക്കാറുണ്ടോ ഞാനാണ് നിന്റെ അമ്മയും അച്ഛനും ഗുരുവും എല്ലാം എന്ന്? ഇപ്പൊ ഭഗവാനെ നമ്മൾ അമ്മയായിട്ട് കാണുകയാണെങ്കിൽ അതാണ് അത്ര ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ്. അതാണ് ഈശ്വരനായിട്ട് കാണുന്നതിനേക്കാൾ ഉപരി എൻ്റെ ഭഗവാൻ എൻ്റെ അമ്മയാണെന്നുള്ള ഭാവത്തോടു കൂടി കാണുമ്പോൾ റിലേഷൻഷിപ്പ് വളരെ കൂടുതലാണ്. അത്ര സ്വാമി പറയുന്നൊരു ഉദാഹരണമുണ്ട്. സുപ്രീം കോർട്ടിലെ ചീഫ് ജസ്റ്റിസ് വീട്ടിൽ വരുമ്പോ ആരും അദ്ദേഹത്തിനെ ചീഫ് ജസ്റ്റിസ് ആയിട്ട് കാണില്ല. അമ്മ മോനായിട്ടേ കാണുള്ളൂ, വൈഫ് ഹസ്ബൻഡായിട്ടേ കാണുള്ളൂ, കുട്ടികള് അച്ഛനായിട്ടേ കാണുള്ളൂ. അവർ ചീഫ് ജസ്റ്റിസ് ആയിട്ടാണ് കാണുന്നതെങ്കിൽ ആ റിലേഷൻഷിപ്പിൽ കുറച്ച് അകലുണ്ടാവും. അമ്മയായിട്ട് കാണുമ്പോൾ, ഹസ്ബൻഡായിട്ട് കാണുമ്പോൾ, അച്ഛനായിട്ട് കാണുമ്പോൾ ആ റിലേഷൻഷിപ്പ് കുറേയും കൂടി ക്ലോസറാണ്. അതുകൊണ്ട് വേണു ശ്രീനിവാസൻ സാറ് പറയുകയാണ്, ഭഗവാനെ ഏത് ഭാവത്തോടു കൂടിയാണോ നമ്മൾ കാണുന്നത്, അതാണ് അത്ര ആദ്യം നമ്മൾ പഠിക്കാനുള്ള പാഠം. അതാണ് സ്വാമിയെ നമ്മൾ അമ്മയായിട്ട് വേണം കാണാനായിട്ട്. അതുകൊണ്ടാണ് സ്വാമി ഇദ്ദേഹത്തിന് എപ്പോഴും വിളിക്കുന്ന ഒരു പേരുണ്ട്. സ്വാമി വിളിക്കുക മൈ ബോയ് എന്നാ വിളിക്കുക, എൻ്റെ കുട്ടി എന്നാ വിളിക്കുക, മൈ ബോയ്. അപ്പൊ ആദ്യം അദ്ദേഹത്തിന്റെ ആ ഇന്റർവ്യൂ നമുക്ക് ആദ്യം മനസ്സിലാക്കേണ്ട പോയിന്റ് ഇതാണ്, ഭഗവാനെ ഏത് ഭാവത്തോടു കൂടിയാണോ നമ്മൾ കാണുന്നത്, ആ ഭാവത്തിൽ ഭഗവാൻ റെസ്പോണ്ട് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. എന്താ കാരണം? നമുക്കറിയാം, ഈശ്വരൻ സ്വാമി ഭാവപ്രിയനാണ്, ബാഹ്യപ്രിയനല്ല. ഭാവപ്രിയനാണ്. നമ്മൾ നേരത്തെ കണ്ടൊരു ഉദാഹരണമുണ്ട്. ബുദ്ധദേവൻ രാജകൊട്ടാരത്തിൽ നിന്ന് രാജ്യത്തെ രാജാവിന്റെ കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങി വരികയാണ്, തിരിച്ചു പോരുകയാണ്. രാജാവ് ഒരുപാട് സ്വർണ്ണ നാണയങ്ങള് സമ്മാനങ്ങളൊക്കെ ബുദ്ധദേവന് കൊടുത്തപ്പോ ബുദ്ധദേവൻ അതൊന്നും സ്വീകരിച്ചില്ല, ഒന്നും വേണ്ട എന്ന് പറഞ്ഞു. വഴിയിൽ വെച്ച് ഒരു ഭിക്ഷക്കാരി, ഭിക്ഷയാചിക്കുന്ന അമ്മ ബുദ്ധദേവന് ഒരു പഴം കൊടുക്കുകയാണ്. ബുദ്ധദേവൻ ശിഷ്യന്മാരുടെ ഈ പഴത്തിന്റെ മഹിമയെ, എത്ര നല്ല പഴമാണ്, ഇങ്ങനെ ഒരുപാട് പുകഴ്ത്തുകയാണ്. അവര് ശിഷ്യൻ ചോദിച്ച ചോദ്യമുണ്ട്,
രാജാവ് ഇത്ര അധികം സ്വർണ്ണ നാണയങ്ങൾ തന്നിട്ട് വേണ്ടാന്ന് പറഞ്ഞ അങ്ങ് എന്തുകൊണ്ടാണ് ഈ പഴത്തിന് ഇത്ര പ്രാധാന്യം കൊടുക്കണേന്ന് ചോദിക്കുകയാണ്. ബുദ്ധദേവൻ പറഞ്ഞൊരു മറുപടി ഉണ്ട്. ഈ പഴം അമൂല്യമാണ്. ഈ പഴത്തിന് വില നിശ്ചയിക്കാൻ പറ്റില്ല. കാരണം ഈ പഴം അവരുടെ രാത്രി കഴിക്കാനുള്ള ഇതായിരുന്നു, ഡിന്നറായിരുന്നു. ഈ പഴം കഴിച്ചിട്ട് വേണമായിരുന്നു അവർക്ക് ഇന്ന് രാത്രി കഴിയാനായിട്ട്. അതുകൊണ്ടാണ് സ്വാമി നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്, ഭഗവാൻ ഭാവപ്രിയനാണ്, ബാഹ്യപ്രിയനല്ല. പറഞ്ഞല്ലോ, ഇദ്ദേഹം TVSന്റെ ചെയർമാനാണ്, TVS മോട്ടോഴ്സിന്റെ. സ്വാമിയായിട്ട് വളരെ ക്ലോസ് ആയിരുന്നു. ഒരു ദിവസം ഭഗവാനോട് ഇദ്ദേഹം പറയാണ്, സ്വാമി എന്നോട് വളരെ അൺഫെയർ ആണ്, നീതി കാണിക്കുന്നില്ല, ഭഗവാൻ എന്നോട് ന്യായം കാണിക്കുന്നില്ല, അൺഫെയർ ആണ്, മോശമായിട്ട് എന്നോട് പെരുമാറുന്നത്. സ്വാമി അതിന് 2 വാക്കുകൾ തിരിച്ചു ചോദിക്കേണ്ട. അത് ഞാൻ ആലോചിക്കേണ്ട, ഞാനാണോ നിന്നോട് അൺഫെയർ കാണിക്കുന്നത്? രണ്ടാമത് ഞാനാ അൺഫെയറാ? ഞാനാണോ നിന്നോട് മോശമായിട്ട് പെരുമാറുന്നത്? കാരണം ഇദ്ദേഹത്തിന് അധികം സമയം സ്വാമി കൊടുക്കുന്നില്ല ഭഗവാന്റെ അടുത്ത്. സ്വാമി പറയണത്, ഈ കാലത്ത് വരും, ഹൊസൂരിന്ന് കാലത്ത് വരും. സ്വാമി ഒന്ന് കണ്ട വഴിക്ക് ഹൊസൂരിലേക്ക് തിരിച്ചു പോകും, ഫാക്ടറിയിലേക്ക് തിരിച്ചു പോവും. ഭഗവാൻ ഒരു വാക്ക് പറഞ്ഞു, കുറച്ച് കൊല്ലങ്ങൾ കഴിഞ്ഞാൽ ഞാൻ നിനക്ക് ഒരുപാട് സമയം തരാം, കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞാൽ നിനക്ക് എൻ്റെ അടുത്തിരിക്കാനുള്ള. അതാണ് സംഭവിച്ചത്. അവസാനം ഞാൻ ഒരുപാട് സമയം തരാം. അടുത്ത ലെസൺ സ്വാമി പറഞ്ഞു കൊടുക്കുന്നത്, ഈ വേണു ശ്രീനിവാസൻ സാറ് നമുക്ക് പലർക്കും അറിയുന്ന നമ്മുടെ നേരത്തെ ഉണ്ടായിരുന്ന ഓൾ ഇന്ത്യ പ്രസിഡന്റ് വി ശ്രീനിവാസൻ സാറിന്റെ ബന്ധുവാണ്, റിലേറ്റീവാണ്. ഒരു ദിവസം പുട്ടപർത്തിയിൽ വന്നിട്ട് വേണു ശ്രീനിവാസൻ സാറ് നമ്മുടെ ഓൾ ഇന്ത്യ പ്രസിഡന്റിന്റെ വീട്ടിൽ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് പതുക്കെ മന്ദിരത്തിൽ വരികയാണ്. മന്ദിരത്തിൽ ഇരിക്കുന്ന സമയത്ത് സ്വാമി ദേഷ്യപ്പെട്ട് പുറത്തേക്ക് വരണ പോലെയാണ്. ശ്രീനിവാസൻ എങ്കിൽ ചോദിച്ചു വരികയാണ്. അപ്പൊ വേണു ശ്രീനിവാസൻ, സ്വാമി അദ്ദേഹം തിരിച്ചുപോയി എന്ന് പറഞ്ഞു. അദ്ദേഹം തിരിച്ചുപോയി. സ്വാമി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. സ്വാമി അദ്ദേഹത്തിനോട് ചോദിക്കുകയാണ്, നീയ് എന്നെ കാണാനാണോ വന്നത്, ശ്രീനിവാസനെ കാണാൻ? അവിടെ ചെന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ടാണ് സ്വാമിയെ കാണാൻ വന്നത്. നീ എന്നെ കാണാനാണോ വന്നത്, ശ്രീനിവാസനെ കാണാനാണോ വന്നത്? രണ്ടാമത്തെ ലെസൺ, ഭഗവാനെ അമ്മയായി കണ്ടു കഴിഞ്ഞാൽ ഭഗവാനായിരിക്കണം നമ്മുടെ ഏറ്റവും വലിയ പ്രയോറിറ്റി. സ്വാമിക്കായിരിക്കണം നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്. മൂന്നാമത്തെ ലെസൺ, സ്വാമി എപ്പോഴും നമ്മൾ സ്വാമിയുടെ കൂടെ ഉണ്ടാവണം, എപ്പോഴും ഭഗവാന്റെ കൂടെ ഇരിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഈ വേണു ശ്രീനിവാസൻ സാറ് വരാന്തയിൽ ഇരിക്കുമ്പോൾ സ്വാമി സൈഡിൽ കൂടെ നടന്നു പോവുകയാണ്. നടന്നു പോകുമ്പോൾ സ്വാമി പതുക്കെ പറയാണ്, വേണു ഫെസ്റ്റിവലിനൊന്നും വരാം. വേണു ശ്രീനിവാസൻ മാത്രമേ കേൾക്കുള്ളൂ, വേറെ ആർക്കും കേൾക്കില്ല. അത്ര പതുക്കെ അദ്ദേഹത്തിന്റെ അടുത്ത് വെച്ചിങ്ങനെ നോക്കാണ്ട് പറയാണ്, വേണു ശ്രീനിവാസൻ ഫെസ്റ്റിവലിനൊന്നും വരില്ല. അന്ന് മുതൽ അദ്ദേഹം എല്ലാ ഫെസ്റ്റിവലിനും പോവാതെ. ഇതൊരു അമ്മയുടെ ഭാവമാണ്. അമ്മ കുട്ടികളോട് ചോദിക്കില്ലേ, ജോലി സ്ഥലത്തേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ചോദിക്കും, മോനെ ഇനി എന്നാ ലീവ് കിട്ടുക, എത്ര ദിവസത്തെ ലീവ് കിട്ടും, കൂടുതൽ ലീവ് നിനക്ക് കിട്ടുമെന്ന് അമ്മ ചോദിക്കില്ല, അമ്മമാര് ചോദിക്കില്ലേ? അതുപോലെ സ്വാമി പറയണ എല്ലാ ഫെസ്റ്റിവലിനും വരണം ഭഗവാന്റെ അടുത്തേക്ക്. സ്വാമി എപ്പോഴും നമ്മളെ ഓർമ്മിപ്പിക്കാറുണ്ട്, പ്രശാന്തിയിലും നിങ്ങളുടെ വീടാണ്, പ്രശാന്തിയിലും നിങ്ങളുടെ വീടാണ്, കുടുംബമാണ്, നിങ്ങളുടെ ഫാമിലിയാണ് എപ്പോഴും. അപ്പോൾ വലിയൊരു ലെസനാണ് അത്. എപ്പോഴും ഭഗവാന്റെ അടുത്തേക്ക് എത്താനുള്ള ഒരു ആഗ്രഹം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം. അടുത്തത്, ഇത് വളരെ റിച്ചാണ്. അറിയാലോ, TVS മോട്ടോഴ്സിന്റെ ഉടമസ്ഥൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എത്ര പൈസ ഉണ്ടാവുന്നു.
അദ്ദേഹത്തോട് ആ ഇന്റർവ്യൂവിൽ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. കൊടൈക്കനാലിലെ ആശ്രമമൊക്കെ ഇദ്ദേഹമാണ് പുതുക്കി പണിതത്. 2500 ഗ്രാമങ്ങളാണ് അദ്ദേഹത്തിന്റെ കമ്പനി ദത്തെടുത്തിരിക്കുന്നത്. ഈ തമിഴ്നാട്ടിൽ മാത്രം 2500 ഗ്രാമങ്ങൾ. അപ്പൊ സ്വാമി ഈ ഇന്റർവ്യൂ ചെയ്ത വിഷു പൃഷ്ടി ചോദിക്കുന്നുണ്ട്, ഭഗവാന്റെ കാര്യങ്ങൾക്ക് വേണ്ടി പൈസ ചെലവാക്കുമ്പോൾ അങ്ങയുടെ മനോഭാവം എന്താണ്? അദ്ദേഹം പറഞ്ഞു, ഞാനൊരു ബാങ്കിന്റെ കാഷ്യർ മാത്രമാണ്. എന്റെ ഫാക്ടറി അല്ല എന്റെ സ്വാമിയുടെയാണ്, എന്റെ അല്ല. ഞാനൊരു കാഷ്യർ മാത്രമാണ്. ബാങ്കിലെ പൈസ ഒന്നും കാഷ്യറുടെ അല്ലല്ലോ, എല്ലാം ബാങ്കിന്റെയാണ്. അതുകൊണ്ട് എൻ്റെ കയ്യിലുള്ളത് എല്ലാം എൻ്റെ സ്വാമിയുടെയാണ്. ഞാൻ കാഷ്യർ മാത്രമാണ്. സ്വാമി ചോദിക്കുന്നവർക്ക് ഞാൻ കൊടുക്കും, സ്വാമി പറയുന്നവർക്ക് ഞാൻ കൊടുക്കുന്നു, സ്വാമി കാണിച്ചു തരുന്നവർക്ക് ഞാൻ കൊടുക്കുന്നു. അപ്പൊ ഒന്നും എൻ്റെ അല്ല. ഇത്രയും വലിയൊരു കമ്പനിയുടെ ചെയർമാൻ അദ്ദേഹം പറയണം, ഒന്നും എൻ്റെ അല്ല, എല്ലാം എൻ്റെ സ്വാമിയുടെ മാത്രമാണ്. ഞാൻ ഭഗവാന്റെ ബാങ്കിന്റെ കാഷ്യർ മാത്രമാണ്. അപ്പൊ നമ്മള് ഒന്നും നമ്മളുടേതല്ല, എല്ലാം സ്വാമി തന്ന വലിയൊരു ലെസൺ നമ്മൾ ഉൾക്കൊള്ളാനുണ്ട്. ഒരിക്കൽ കൊടൈക്കനാലിൽ അദ്ദേഹത്തിനോട് ഒരു വർക്ക് ചെയ്യാൻ പറഞ്ഞു സ്വാമി. സായി ശ്രുതിയില് ടൈലൊക്കെ മാറ്റി, താഴത്തെ ടൈല് മാറ്റി, ഫസ്റ്റ് ഫ്ലോറിലെ ടൈലൊക്കെ മാറ്റി, ഇതെല്ലാം മാറ്റി കഴിഞ്ഞിട്ട് സ്വാമിയുടെ അടുത്ത് വന്നു. സ്വാമി ചോദിച്ചു, എത്ര പൈസയായി എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, സ്വാമി അറിയില്ല എന്ന് പറഞ്ഞു, എനിക്ക് എത്ര പൈസയായി എന്ന് അറിയില്ല. സ്വാമി നിർബന്ധിച്ചു ചോദിച്ചു, എത്ര പൈസയായി പറയേ. ഭഗവാനുമായിട്ടുള്ള ഫ്രീഡം അദ്ദേഹം പറഞ്ഞു, സ്വാമി ഞാൻ പറയില്ല എന്ന് പറഞ്ഞു. നമ്മളൊക്കെ അങ്ങനെ പറയാൻ പേടിക്കും. സ്വാമി ഞാൻ പറയാം, ഐ വോണ്ട് ടെൽ, ഞാൻ പറയില്ല എന്ന് പറഞ്ഞു. ഇതിന് സ്വാമി കൊടുത്ത സുന്ദരമായൊരു മറുപടി ഉണ്ട്. ഭഗവാൻ പറഞ്ഞു, ഇത് ഞാൻ പണിതു കൊടുക്കാമെന്ന് അവരോട് വാക്ക് പറഞ്ഞിരുന്നു, ഇത് ഞാൻ നന്നാക്കി കൊടുക്കാമെന്ന്, റിപ്പയർ ചെയ്ത് കൊടുക്കാമെന്ന് അവരോട് ഞാൻ പറഞ്ഞിരുന്നു. അതിൽ നിന്റെ പൈസ ഇട്ടാൽ അത് പൊള്യൂഷനായിട്ട് മാറും. സ്വാമി പറയും, അത് മലിനീകരണമായിട്ട് മാറും. കാരണം ഭഗവാന്റെ വാക്കാണ്. ഭഗവാൻ പറഞ്ഞിരുന്നു നന്നാക്കി കൊടുക്കാന്ന് പറഞ്ഞിരുന്നു. സ്വാമി പറയാണ്, അതില് നിന്റെ പൈസ ഇടാൻ പാടുന്നത് വേഗം പൈസ. സ്വാമി അകത്ത് പോയി ചെക്ക് കൊടുന്ന വേണു ശ്രീനിവാസന് കൊടുക്കുകയാണ്. എത്രയോ ലക്ഷം രൂപ. ഇത് കൊടുത്തിട്ട് സ്വാമി ചോദിക്കുന്നുണ്ട്, ഈ പൈസ നീ എന്ത് ചെയ്യാനാണ് പോണത്? ഈ പൈസ കൊണ്ട് നീ എന്ത് ചെയ്യാൻ പോവുകയാണ്? അദ്ദേഹം സ്വാമി പറഞ്ഞ സ്ഥലത്തൊക്കെ അമ്പലങ്ങൾ ഞാൻ പണിതോളാം, സ്വാമി പറഞ്ഞ ഗ്രാമങ്ങളിലെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഞാനിത് ഉപയോഗിക്കും. സ്വാമി ഒരു ഗുഡ് ബോയ്. ആ പൈസ ഞാൻ ബാങ്കിൽ നിന്നല്ല പറഞ്ഞത്, ആ പൈസ സ്വാമിയുടെ വർക്കിന് വേണ്ടി ചെയ്തോളാം, കൊടുത്തോളാം എന്ന് പറയുമ്പോ സാക്രിഫൈസ് ചെയ്യുക എന്നുള്ളത് സ്വാമിക്ക് വളരെ സന്തോഷമുള്ളതാണ്. അപ്പൊ ഈ ഇന്റർവ്യൂ ചെയ്യുന്ന ആള് സാറിനോട് ചോദിക്കുന്നുണ്ട്, ഇത്ര അധികം ഫാക്ടറി ഒക്കെ ഉള്ളത് കൊണ്ട് പ്രയാസങ്ങൾ ഉണ്ടായിട്ടില്ലേ? അത് ഭയങ്കര പ്രയാസം ഉണ്ടായിട്ടുണ്ട്, ഭയങ്കര ബുദ്ധിമുട്ടുകൾ ഉണ്ടായ സമയമുണ്ട്. അപ്പൊ ഈ കുട്ടി ഇന്റർവ്യൂ ചെയ്യുന്ന ആൾ ചോദിച്ചു, ആ ബുദ്ധിമുട്ട് വരുമ്പോ അങ്ങയുടെ സ്വാമി എന്താ അങ്ങയോട് പറഞ്ഞിരിക്കുന്നത്? പ്രയാസങ്ങൾ വരുമ്പോൾ അതിനെ എങ്ങനെ കാണണമെന്നാണ് ഭഗവാൻ പറഞ്ഞിരിക്കുന്നത്? അദ്ദേഹം പറഞ്ഞു, സിനിമ കാണുമ്പോൾ സ്ക്രീനില് വെള്ളപ്പൊക്കം ഉണ്ടാവും, അഗ്നിബാധ ഉണ്ടാവും, അഗ്നിപർവ്വതം പൊട്ടും, ഡാം പൊട്ടും, ഇതെല്ലാം സ്ക്രീനിൽ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ സ്ക്രീൻ വെള്ളയായിട്ട് അവിടെയുണ്ട്, ഒരു വ്യത്യാസം സ്ക്രീനിനെ, ഇതൊന്നും സ്ക്രീനിനെ ബാധിക്കുന്നില്ല. പുഴ ഒഴുകിയാലും സ്ക്രീനിനെ ബാധിക്കുന്നില്ല, തീ കത്തിയാലും സ്ക്രീനിനെ ബാധിക്കുന്നില്ല, അഗ്നിപർവ്വതം പൊട്ടി ഒലിച്ചാലും സ്ക്രീനിനെ ബാധിക്കുന്നില്ല. സ്വാമി പറഞ്ഞു കൊടുത്തു അത്രേ. അതുപോലെ എന്ത് സംഭവിച്ചാലും ശരി, ഞാൻ നിന്റെ കൂടെ ഉണ്ട്, സ്ക്രീൻ നിന്റെ കൂടെ ഉണ്ട്, അതിനൊരു മാറ്റവും ഇല്ല എന്ന് ഭഗവാൻ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അടുത്ത ലെസൺ, സ്വാമി പറയുന്ന കാര്യം ചെറിയ കാര്യമായാലും വലിയ കാര്യമായാലും അത് ചെയ്താൽ ഭഗവാന് ഭയങ്കര സന്തോഷമാണ്. ഒരു ദിവസം കാലത്ത് ഏർലി മോർണിംഗിൽ അദ്ദേഹം സ്വപ്നം കാണുകയാണ്. സ്വപ്നം കണ്ടത് ഭഗവാൻ സ്വപ്നത്തിൽ വന്ന് പറയാണ്, ഭഗവത്ഗീത പഠിക്കണം എന്ന് പറയാണ്. ഭഗവത്ഗീത പഠിക്കണം.
ഇദ്ദേഹം പുറത്തു പോയിട്ടൊരു ഭഗവത്ഗീത ടെക്സ്റ്റ് ബുക്ക് മേടിച്ചു. പുട്ടപർത്തിയിൽ വരാന്തയിൽ ഇരിക്കുകയാണ്. ദർശന സമയമായി സ്വാമി ഇന്റർവ്യൂ റൂമിന്റെ വാതിൽ തുറന്നു. സ്വാമി പുറത്തേക്ക് വന്ന് ഇദ്ദേഹത്തിനെ ഒന്ന് നോക്കി. ഭഗവത്ഗീത മടിയിലിരിക്കുന്ന ഭഗവത്ഗീത പുസ്തകം ഒന്ന് നോക്കി, ടെക്സ്റ്റ് ഒന്ന് നോക്കി, അദ്ദേഹത്തിനെ നോക്കി. അതിസുന്ദരമായിട്ട് സ്വാമി ഒന്ന് ചിരിച്ചു, മന്ദഹസിച്ചു. അപ്പൊ ഭഗവാൻ എന്ത് പറഞ്ഞാലും ശരി, അത് നമ്മുടെ ജീവിതത്തിൽ പകർത്തുക എന്നുള്ളത്, അതിന്റെ സ്വാമിക്കുള്ള സന്തോഷം, അത് ഒരു വലിയ പാഠമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. വേറെ നമ്മൾക്ക് മനസ്സിലാക്കേണ്ടത്, സ്വാമി ഇദ്ദേഹത്തിനോട് പറയുകയാണ്, ഞാൻ നിനക്ക് സന്തോഷം തരില്ല. നമ്മളെല്ലാവരും സന്തോഷം വേണമെന്നല്ലേ പറയാം. ഹാപ്പിയുടെ മലയാളത്തിൽ സന്തോഷമാണ്. സ്വാമി പറഞ്ഞു, ഐ വോണ്ട് ഗിവ് യു സന്തോഷം. നിനക്ക് ഞാൻ സന്തോഷം തരില്ല. കാരണം സന്തോഷം എന്നുള്ളതിന്റെ അർത്ഥം ഭഗവാൻ പറഞ്ഞു, സന്തോഷം. സ്വാമി എന്നെ രണ്ടാക്കി, കുറച്ച് ദോഷമുണ്ട് അതിൽ. സന്തോഷം, ദോഷം നമുക്കറിയാലോ. അപ്പൊ സന്തോഷം എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ സന്തോഷമാണ്. അതിലെ സ്വാമി രണ്ടായിട്ട് മുറിച്ച് പറയാണ്, സന്തോഷം, കുറച്ച് ദോഷമുണ്ട്. സ്വാമി പറയാണ്, ഐ വിൽ ഗിവ് യു ബ്ലിസ്. ഞാൻ നിനക്ക് തരുന്നത് പരമാനന്ദാണ്, സന്തോഷമല്ല പരമാനന്ദാണ്. ഇത് തമ്മിലെ വ്യത്യാസം നമ്മൾ 2-3 ക്ലാസ് മുമ്പ് കണ്ടു. ഒന്നുകൂടി ഓർക്കുക. അത് സ്വാമി ഹോസ്റ്റലിലെ കുട്ടികൾക്ക് ഗുലാബ് ജാം കൊടുത്തയച്ചു കാലത്ത്. വൈകുന്നേരം ദർശനത്തിന് വന്നപ്പോൾ സ്വാമി ചോദിച്ചു, ഗുലാബ് ജാം എങ്ങനെയുണ്ടായിരുന്നു? സ്വാമി, വെരി ടേസ്റ്റ്, നല്ല സ്വാദുണ്ടായിരുന്നു. വി ആർ വെരി ഹാപ്പി എന്ന് പറഞ്ഞു. വളരെ സന്തോഷമായി സ്വാമി. വളരെ സന്തോഷമായി എന്ന് പറയുമ്പോൾ സ്വാമി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. സ്വാമി തിരിച്ചു ചോദിക്കുകയാണ്, സന്തോഷവും ബ്ലിസ്സും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? സന്തോഷവും ബ്ലിസ്സും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ആ കുട്ടി കറക്റ്റായിട്ട് പറഞ്ഞു, ഗുലാബ് ജാം കഴിക്കുമ്പോൾ സന്തോഷമാണ്. പക്ഷെ കാലത്ത് ഗുലാബ് ജാം കഴിച്ചു എന്ന് ഇപ്പൊ വിചാരിച്ച സന്തോഷമില്ല സ്വാമി. കാലത്ത് സന്തോഷം, ഇപ്പൊ സന്തോഷം പോയി. പക്ഷേ ഭഗവാനോട് സംസാരിക്കുന്ന ബ്ലിസ്സാണ്. സ്വാമി എന്നോട് സംസാരിക്കുന്ന പരമാനന്ദാണ്. ഉദാഹരണം, ഇന്നലെ പാൽപ്പായസം കഴിക്കുമെന്ന് ഇന്ന് ആലോചിച്ച് ആർക്കെങ്കിലും സന്തോഷം ഉണ്ടാവും? 15 വർഷം മുമ്പ് സ്വാമി തന്നൊരു ഇന്റർവ്യൂവിനെ കുറിച്ച് ആലോചിച്ചാലോ? ആ ഇന്റർവ്യൂവിൽ ഭഗവാന്റെ മുമ്പിൽ ഇരിക്കുന്ന കാര്യം, സ്വാമി ചോദിച്ച കാര്യങ്ങൾ ഭയങ്കര സന്തോഷമായിരിക്കും. എന്താണോ സ്ഥിരമായിട്ടുള്ള ആനന്ദം തരും, അതാണ് പരമാനന്ദം, അതാണ് ബ്ലിസ്. അത് ഈശ്വരൻ മാത്രമേ തരാൻ പറ്റുള്ളൂ, ഈശ്വരന് മാത്രം. അത് വലിയൊരു, നമ്മുടെ സന്തോഷത്തിന് വേണ്ടിയല്ല പ്രവർത്തിക്കേണ്ടത്. ഈശ്വരന്റെ കൂടെ ഇരുന്ന പരമാനന്ദം ആസ്വദിക്കാനോ ശ്രമിക്കേണ്ടത് എന്ന വലിയൊരു ലെസനായിട്ട് ഭഗവാൻ ഇദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇദ്ദേഹം ബിസിനസ്സുകാരനാണല്ലോ. ബിസിനസ്സുകാരനായതുകൊണ്ട് പുതിയ ബിസിനസ് തുടങ്ങാനായിട്ട് സ്വാമിയോട് ഒന്ന് ചോദിക്കും. സ്വാമി അത് തുടങ്ങിക്കോട്ടെ. ഒരിക്കൽ 2-3 പ്രോജക്റ്റ് ആയിട്ട് വന്നു, 2-3 പദ്ധതികളായിട്ട് വന്നു. ആദ്യം പറഞ്ഞു, സ്വാമി ഇത് തുടങ്ങിക്കോട്ടെ. സ്വാമി പറഞ്ഞോ വേണ്ട. രണ്ടാമത്തെ തുടങ്ങിക്കോട്ടെ. സ്വാമി പറഞ്ഞു വേണ്ട. മൂന്നാമത്തെ തുടങ്ങിക്കോളാം. യെസ്, തുടങ്ങിക്കോളാൻ പറഞ്ഞു. ഇവിടെയാണ് നമ്മൾ ഭഗവാനെ 1 മിനിറ്റ് ഷിർഡി സായിയായിട്ട് ഒന്ന് നോക്കിയാൽ മതി. ഷിർഡി ബാബ ദാമു എന്നെ വന്നിട്ട്, നമ്മൾ ഷിർഡി സായി സച്ചരിതം വായിക്കുമ്പോൾ അറിയാം, ദാമു എന്ന ബാബയോട് ചോദിക്കാനായിട്ട് ശ്യാമയ്ക്ക് ഒരു കത്തയക്കുന്നുണ്ട്. പഞ്ഞി കച്ചവടം നടത്തും, ഇത്ര ലക്ഷം ലാഭം കിട്ടുന്നൊക്കെ ആ ബ്രോക്കർ എഴുതിയിട്ടുണ്ട്. ബാബയോട് ചോദിക്കാൻ വേണ്ടി ശ്യാമയ്ക്ക് എഴുതി. ശ്യാമ വായിക്കുന്നതിന് മുമ്പ് ബാബ പറഞ്ഞു, ആ സേട്ടുവിന്റെ ഭ്രാന്താണ്, ഭയങ്കര നഷ്ടം വരും. അത് കഴിഞ്ഞ് അരിക്കച്ചവടം, അത് ഭയങ്കര, രണ്ടും നഷ്ടം വരും. അദ്ദേഹം രണ്ടും ഉപേക്ഷിച്ചു. ചെയ്ത ആൾക്ക് ഒരുപാട് ലക്ഷം രൂപ നഷ്ടമായി. അതുപോലെ തന്നെ ഭഗവാൻ വേണു ശ്രീനിവാസനോട് പറയണേ, നോ നോ, ഇത് വേണ്ട, ഇത് വേണ്ട, ഇത് മതി. ഭഗവാൻ പറഞ്ഞു, ഈ വേണ്ട എന്ന് പറഞ്ഞ എന്തെങ്കിലും നീ തുടങ്ങിയാൽ റോക്കറ്റ് പോലെ മേലേക്ക് പോവും, പെട്ടെന്ന് മേലേക്ക് പോവും. പക്ഷെ അത് വളരെ പെട്ടെന്ന് താഴേക്ക് വരും എന്ന് ഭഗവാൻ അദ്ദേഹത്തിനെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഏത് കാര്യത്തിലും ഭഗവാന്റെ നിർദ്ദേശം അനുസരിക്കുക എന്നുള്ള വലിയൊരു ലെസൺ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. എന്താ സ്വാമിയോട് ചോദിക്കേണ്ടത്? നല്ലൊരു ലെസനാണത്. ഒരിക്കൽ വൈറ്റ്ഫീൽഡില് വൃന്ദാവനിലെ ത്രയിൽ വെച്ച് ഇദ്ദേഹം സ്വാമിയോട് ചോദിക്കുകയാണ്, സ്വാമി എനിക്ക് മുക്തി വേണം സ്വാമി എന്ന് പറഞ്ഞു. മുക്തി വേണം, മോക്ഷം വേണം, ലിബറേഷൻ. മുക്തി വേണം എന്ന് പറഞ്ഞപ്പോൾ സ്വാമി പറഞ്ഞു,
ഞാൻ നിനക്ക് ഭക്തി തരാന്ന് പറഞ്ഞു. ഭക്തി തരാം. ഭക്തിയും സ്വാമിയുടെ അനുഗ്രഹം നമ്മൾ ഉണ്ടാക്കണമൊന്നുമല്ല, ഭഗവാൻ സങ്കല്പിച്ചുകൊണ്ടാ നമുക്ക് ഭക്തി ഉണ്ടാവണം. സ്വാമി പറഞ്ഞു ഞാൻ നിനക്ക് ഭക്തി തരാം. അപ്പൊ ഇദ്ദേഹം വെച്ച സ്വാമി കേട്ട് കാണില്ലേ ശരിക്കും. സ്വാമി ഞാൻ ചോദിച്ചത് മുക്തിയാണ്, ഭക്തിയല്ല. സ്വാമി പറഞ്ഞു ഞാൻ നിനക്ക് ഭക്തി തരാം. കാരണം മുക്തി ഭക്തിയിലൂടെ മാത്രമേ, വലിയൊരു ലെസൺ ആണത്. മുക്തി ഭക്തിയിലൂടെ മാത്രമേ. ഇപ്പം സ്വാമി നാമം ജപിക്കാൻ പറയുമ്പോ, സാധന ചെയ്യാൻ പറയുമ്പോ കാരണം ഇതാണ്. സ്വാമി പറയാണ് ഭക്തിയിലൂടെ മാത്രമേ മുക്തിയിലെത്താൻ പറ്റുള്ളൂ. വലിയൊരു കാര്യം സ്വാമി നമുക്കതിൽ പറഞ്ഞു തരാണ്. ഇവിടെ ഓർക്കണം, ഭക്തിയും സ്വാമിയുടെ അനുഗ്രഹം നമ്മൾ ഉണ്ടാക്കണമെന്നല്ല. രണ്ട് കുട്ടികൾ തമ്മിലുള്ള ഡിസ്കഷൻ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. സ്വാമിയുടെ ചോദിക്കുകയാണ് ഇവര്, സ്വാമി MBAക്ക് പരീക്ഷ എഴുതിയ കുട്ടികളാണ്. നമ്മൾ കഴിഞ്ഞ ഏതൊരു ക്ലാസ്സിൽ പറഞ്ഞതാണ്. ആ വിദ്യാർത്ഥിയിൽ ഒരാൾ സ്വാമിയുടെ ചോദിക്കേണ്ടത്, സ്വാമി MBAക്ക് അഡ്മിഷൻ കിട്ടണത് മാർക്കിന്റെ അടിസ്ഥാനത്തിലാണോ സ്വാമിയുടെ അനുഗ്രഹത്തിന്റെ അടിസ്ഥാനത്തിലാണോ? MBAക്ക് അഡ്മിഷൻ കിട്ടുന്നത് മാർക്കിന്റെ അടിസ്ഥാനത്തിലാണോ സ്വാമിയുടെ അനുഗ്രഹത്തിന്റെ അടിസ്ഥാനത്തിലാണോ? അതേ സമയത്ത് സ്വാമി മറുപടി പറയാണ്, ബംഗാരു സർ, മാർക്കും എന്റെ അനുഗ്രഹം എന്ന് പറയാണ്. മാർക്കും എന്റെ അനുഗ്രഹമാണ്. സ്വാമിയുടെ അനുഗ്രഹം അല്ലാത്ത ഒന്നും ഈ പ്രപഞ്ചത്തിലില്ല. മാർക്കിന്റെ അടിസ്ഥാനത്തിലാണോ അഡ്മിഷൻ കിട്ടുന്നത്, സ്വാമിയുടെ അനുഗ്രഹത്തിന്റെ അടിസ്ഥാനത്തിലാണോ അഡ്മിഷൻ കിട്ടുക? അപ്പൊ ഇയാൾ മാർക്ക് എന്റെ കഴിവുകൊണ്ട് കിട്ടിയതെന്ന് വിചാരിക്കുന്നത്. സ്വാമി പറയാണ് മാർക്കും എന്റെ അനുഗ്രഹമാണ്. ഭഗവാന്റെ മിറക്കിൾ എന്താണ്, അത്ഭുതം എന്താണ്? സ്വാമി പറഞ്ഞു കൊടുക്കുന്നത് കൃത്യമായിട്ട്. മോതിരം തരുന്നതോ ലോക്കറ്റ് തരുന്നതോ വിഭൂതി സൃഷ്ടിച്ച് തരുന്നതോ അല്ല എന്റെ അത്ഭുതം. മൃഗീയ സ്വഭാവമുള്ളവരെ മനുഷ്യ സ്വഭാവമുള്ളവരാക്കി മാറ്റുക, മനുഷ്യ സ്വഭാവമുള്ളവരെ ഈശ്വര സ്വഭാവമുള്ളവരാക്കി മാറ്റുക. ഈ ട്രാൻസ്ഫർമേഷൻ, ഈ പരിവർത്തനമാണത്രേ ഏറ്റവും വലിയ സ്വാമിയുടെ മിറക്കിൾ. ഇതാണ് ഒരു അതുകൊണ്ടാണ് സ്വാമി കസ്തൂരിയോട് പറഞ്ഞത് എല്ലാ ദിവസവും ചിത്രാവതിയിൽ പോലോ 40-50 കൊല്ലങ്ങളിലൊക്കെ ചിത്രാവതിയിൽ പോയിട്ട് സ്വാമി എന്തെങ്കിലുമൊക്കെ അത്ഭുതങ്ങൾ കാണിക്കും. ഇവർക്ക് തിന്നാനുള്ളൊക്കെ മണ്ണെന്നെടുത്ത് കൊടുക്കും. ഒരു ദിവസം സ്വാമിയെ കാണാനില്ല, പുറത്തേക്ക് വരുന്നില്ല. എല്ലാവരും ചിത്രാവതിയിൽ പോകാൻ സ്വാമിയുടെ കൂടെ പോവാൻ അങ്ങനെ റെഡിയായിട്ട് നിൽക്കുകയാണ്. എല്ലാവരും കസ്തൂരിയോട് പറഞ്ഞൊന്നും പോയി ചോദിക്കുക എന്താ സ്വാമി വരുന്നില്ലെന്ന്. സ്വാമി കേൾക്കാത്ത മതി കസ്തൂരി സ്വാമിയുടെ അടുത്ത് പോയിട്ട് ചോദിക്കുകയാണ്, സ്വാമി ചിത്രാവതി പോണ്ടേന്ന്. സ്വാമി എന്തിനാ ചിത്രാവതി പോണത്? പ്രൊഫസർ കസ്തൂരി അറിയാതെ പറഞ്ഞു പോയി, സ്വാമി മിറക്കിൾ എന്ന് പറഞ്ഞു, അത്ഭുതങ്ങൾ കാണണം. ഭഗവാൻ പറഞ്ഞു, കസ്തൂരി എന്റെ ഏറ്റവും വലിയ അത്ഭുതം നീയാന്ന് പറയാണ്. എന്റെ ഏറ്റവും വലിയ അത്ഭുതം ഞാൻ സൃഷ്ടിച്ച മനുഷ്യനാണ്. ഇവിടെയാണ് ഭഗവാൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. സ്വാമിയുടെ അത്ഭുതം എന്ന് പറഞ്ഞാൽ നമ്മളെ പോലെയുള്ള ആളുകളെ ഈശ്വരനുമായിട്ട് ആ ഈശ്വര ഭാവത്തിലേക്ക് ഉയർത്തുന്നതാണത്രേ ഭഗവാന്റെ ഏറ്റവും വലിയ അത്ഭുതം. സ്വാമി ഇദ്ദേഹത്തിന് കൊടുത്ത വേറൊരു മറുപടി, എന്തുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്? സ്വാമി ഗംഭീരമായിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്, സമുദ്രം കടഞ്ഞാൽ മാത്രമേ അമൃത് വരുള്ളൂ. പാലാഴി മഥനം. സമുദ്രം കടഞ്ഞാൽ മാത്രമേ, തൈര് കലക്കണ പോലെ കലക്കിയാൽ മാത്രമേ അമൃത് പുറത്തേക്ക് വരുള്ളൂ. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോ പ്രയാസങ്ങളും സ്വാമി നമ്മളെ കൊത്തി കൊത്തി ശരിയാക്കുന്നതാണ് എന്ന് ഭഗവാൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. സ്വാമി എപ്പോഴും പറയാറുണ്ട് ഭഗവാൻ തീയാണെന്ന് പറയാറുണ്ട്. എറാഡി സാറിനോട് ഒരു ദിവസം പറഞ്ഞതാണ്, സാറ് തന്നെ പറഞ്ഞതാണ് അന്ന്. ഭഗവാൻ വിളിച്ചു, എറാഡി എന്ന് പറഞ്ഞ് വിളിച്ചു. സ്വാമി പറഞ്ഞു, എറാഡി ഐ ആം ഫയർ, ഞാൻ ഫയറാണ്, ഞാൻ തീയാണ്. നീയൊക്കെ വെറും ചെറിയ പ്രാണി മാത്രമാണ്, സൂക്ഷിച്ചടുത്ത് വരണം എന്ന് പറയാണ്. നീയൊക്കെ വെറും പ്രാണി മാത്രമാണ്. അർജുനൻ ഭഗവാൻ കൃഷ്ണനോട് ചോദിക്കും, എന്താ ഈ ഓരോരുത്തരോട് ഓരോ പക്ഷഭേദം കാണിക്കണേന്ന് ചോദിക്കുമ്പോ ഭഗവാൻ കൃഷ്ണൻ ഇതേ ഉത്തരം പറയുന്നുണ്ട്, അർജുന ഞാൻ തീയാണ്, ഐ എം ഫയർ. ചില ആളുകൾ എൻ്റെ അടുത്തിരിക്കും, അവർക്ക് ചൂടും കിട്ടും പ്രകാശവും കിട്ടും. ചില ആളുകൾ അകലെ പോയിരിക്കും, അവർക്ക് ചൂടും കിട്ടില്ല പ്രകാശവും കിട്ടില്ല.
ഇവിടെയാണ് ഭഗവാൻ ഫയർ, നമ്മുടെ ചളി മുഴുവൻ കത്തിച്ചുകളെ. സ്വാമി പറയാണ് സ്വർണ്ണാഭരണങ്ങള് വിൽക്കാൻ പോയി കഴിഞ്ഞാൽ ആ കടക്കാരൻ ഇതൊന്ന് ചൂടാക്കി, ആഭരണങ്ങളൊക്കെ ചൂടാക്കി കഴിഞ്ഞാൽ ആ ചളി മുഴുവൻ കത്തിപ്പോകും, അതിലുള്ള ചളി മുഴുവൻ കത്തിപ്പോകും. നമ്മൾ ഭഗവാനാകുന്ന ഫയറിൽ ഇരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ചളി മുഴുവൻ കത്തിച്ചു കളയാണ് അത്രയും ഭഗവാൻ ചെയ്യുന്നത്. ഭഗവാന്റെ ഒരു വാക്കിന്റെ ശക്തി. ഇദ്ദേഹം പറയാണ്, ഒരു ദിവസം ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്, ഒരുപാട് പ്രയാസങ്ങളുണ്ട്. സ്വാമിയുടെ അടുത്ത് പോയിട്ട് പറഞ്ഞു, സ്വാമി ரொம்ப പ്രോബ്ലം, ഒരുപാട് പ്രോബ്ലം ഉണ്ട് സ്വാമി. പോട്ടെ, പോകട്ടെ എന്ന് പറഞ്ഞു. സ്വാമി ഒരു പോട്ടെ, വിടെ പോട്ടെ. സ്വാമി ആ പോട്ടെ എന്ന് പറഞ്ഞ സമയത്ത്, പോകട്ടെ എന്ന് പറഞ്ഞ സമയത്ത് എല്ലാ പ്രോബ്ലവും ഇല്ലാതെയാവുകയാണ് സ്വാമിയുടെ സങ്കല്പം കൊണ്ട്. വീണ്ടും നമ്മൾ ഇത് ഷിർഡി സായി സച്ചരിതത്തിൽ കാണാം. ശ്യാമയെ പാമ്പ് കടിച്ചിട്ട് വേറെ എവിടെയും പോവാതെ എൻ്റെ വിഠാല ബാബയാണെന്ന് പറഞ്ഞ് ബാബയുടെ അടുത്ത് ഓടി വരുമ്പോ ബാബ കുറെ ചീത്ത പറയണ്ട, ദേഷ്യത്തില. പോട്ടെ, ഇറങ്ങ്, കടന്നുപോ, ഇവിടെ കേറിയാൽ നോക്കിക്കോ എന്നൊക്കെ പറയുന്നുണ്ട്, കയറിയാൽ നോക്കിക്കോ, ഇറങ്ങിപ്പോന്നൊക്കെ പറയുന്നുണ്ട്. ശ്യാമ പേടിച്ചുപോയി. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ശ്യാമയ്ക്ക് മനസ്സിലായത് ഇറങ്ങിപ്പോവാൻ പറഞ്ഞത് വിഷത്തിനോടായിരുന്നു, ശ്യാമയോടല്ല. ഇപ്പൊ ഭഗവാന്റെ വാക്കിന്റെ ശക്തി. പോട്ടെ എന്ന് പറഞ്ഞാൽ എല്ലാ പ്രോബ്ലവും ഡിസപ്പിയർ ചെയ്യാണ്, എല്ലാ പ്രോബ്ലവും അപ്രത്യക്ഷമാണ്. അദ്ദേഹം പറയാണ് ഭഗവാന്റെ വാക്കിന്റെ ശക്തി നമ്മൾ മറക്കരുത് എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. പ്രശാന്തിയിലെത്തി ശിവരാത്രിക്ക് ലിംഗോത്ഭവം. അപ്പൊ നമുക്കൊരു കാര്യം വേണമെങ്കിൽ അർഹത വേണമെന്നുള്ള എന്റെ പോയിന്റാണിത്. അർഹതയുള്ളവർക്കേ കിട്ടുള്ളൂ എന്നത്. സ്വാമി പറയാൻ, ഇഫ് യു ഡിസയർ മീ യു ഷുഡ് ഡിസർവ് മീ. എന്നെ കിട്ടണം നിനക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ നീ നേടാനുള്ള അർഹത നീ നേടണം. പുട്ടപർത്തിയിലെ ശിവരാത്രി സ്വാമിയുടെ ലിംഗോത്ഭവം. നമുക്കറിയാം, ലിംഗോത്ഭവം കഴിഞ്ഞാൽ ലിംഗമെടുത്ത് സ്വാമി ഇങ്ങനെ എല്ലാവരെയും കാണിച്ചു കൊടുക്കും. അങ്ങനെ കാണിച്ചു കൊടുക്കുമ്പോൾ ഈ വേണു ശ്രീനിവാസൻ സാർ ഇന്റർവ്യൂ റൂമിന്റെ ഫ്രണ്ടിലായിരിക്കുന്ന ഒരു കസേരമേ, അദ്ദേഹത്തിന് കാണാൻ പറ്റില്ല, സ്വാമി അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കുകയാണ്. അദ്ദേഹം എഴുന്നേറ്റ് സ്വാമിയുടെ കൈ കയറി പിടിക്കുകയാണ്. സ്വാമി ദേഷ്യത്തിൽ തിരിഞ്ഞു നോക്കിയപ്പോ എല്ലാം നമ്മളെ പഠിപ്പിക്കലാണ്, വേണു ശ്രീനിവാസനാണ്. സ്വാമി ബംഗാരു എന്ന് വിളിച്ചിട്ട് ആ സ്വാമി ലിംഗോത്ഭവ സമയത്ത് പുറത്തേക്ക് വന്ന ലിംഗം ഇദ്ദേഹത്തിന്റെ തലയിൽ വെച്ച് സ്വാമി അനുഗ്രഹിക്കുകയാണ്. ഇത് കണ്ടപ്പോൾ വരാന്തയിൽ ഇരിക്കുന്ന VIP എല്ലാം ഓടി വന്നു അവരുടെ തലയിൽ വെക്കാനായിട്ട്. സ്വാമി എല്ലാവരും ചീത്ത പറഞ്ഞു ഓടിച്ചു. അപ്പൊ സ്വാമിയുടെ ആ ഇൻഫിനിറ്റ് ആയിട്ടുള്ള അനുഗ്രഹം കിട്ടണമെങ്കിൽ അതിനുള്ള അർഹത നമുക്ക് അത്യാവശ്യമാണ്. ഇവിടെയാണ് നമ്മൾ ഈ പോയിന്റ് നമ്മൾ ഓർക്കേണ്ടത്. ആ ഇന്റർവ്യൂവിൽ അദ്ദേഹം രമണ മഹർഷിയുടെ ഗംഭീരമായൊരു ഉറപ്പ്, അഷ്വറൻസ് പറയുന്നുണ്ട്. ഒരാളുടെ പ്രാർത്ഥന ഡീപ്പാണെങ്കിൽ എത്ര വലിയ ഭാഗ്യം നമുക്ക് ആലോചിച്ച് നോക്കൂ. ശ്രീ രമണ മഹർഷി പറയുകയാണ്, ഒരാളുടെ പ്രാർത്ഥന ഡീപ്പാണെങ്കിൽ, ഡീപ്പായ പ്രാർത്ഥനയാണെങ്കിൽ ഈശ്വരൻ അവന്റെ മുമ്പിൽ ഗുരുവായിട്ട് പ്രത്യക്ഷപ്പെടും. ഒരാളുടെ പ്രാർത്ഥന അഗാധമായ പ്രാർത്ഥനയാണെങ്കിൽ, ഡീപ്പാണെങ്കിൽ, ശക്തമാണെങ്കിൽ ഈശ്വരൻ വേറൊരു ഗുരുവിനെ അയക്കുകയല്ല ചെയ്യാം, ഈശ്വരൻ തന്നെ അവന്റെ മുമ്പിൽ ഗുരുവായി പ്രത്യക്ഷപ്പെടുന്നു പറയുമ്പോൾ നമ്മളെല്ലാവരും ഈശ്വരനെ ഗുരുവായി കിട്ടിയ ഭാഗ്യവാന്മാരാണ്, ഭാഗ്യവതികളാണ്. നമ്മുടെ ഗുരുനാഥൻ ഭഗവാനാണ്, ഭഗവാൻ സർവേശ്വരനാണ്, പൂർണ്ണ അവതാരമാണ്. എത്രയോ ജന്മങ്ങളിൽ പ്രാർത്ഥിച്ചതിന്റെ ഫലമായിട്ടാണ് ഈശ്വരനെ തന്നെ നമുക്ക് ഗുരുവായിട്ട് കിട്ടിയത്. അതും വേണു ശ്രീനിവാസൻ സാറ് വലിയൊരു കാര്യമായിട്ട്, പാഠമായിട്ട് നമ്മളോട് പറയുന്നുണ്ട്. വേറൊന്ന് അദ്ദേഹം പറയാണ്, സ്വാമിയുടെ ഫോമിനോട്, സ്വാമിയുടെ ദിവ്യ ശരീരം ഉണ്ടല്ലോ, ആ ശരീരത്തിനോട് ആർക്കെങ്കിലും അറ്റാച്ച്മെന്റ് ഉള്ളത് സ്വാമിക്ക് ഇഷ്ടമല്ല. ഒരു ദിവസം നമ്മൾ കണ്ടിട്ട് ഭഗവാനും വിദ്യാർത്ഥികളും കൂടി ഇന്റർവ്യൂ റൂമിൽ ഇരിക്കുമ്പോൾ
സ്വാമി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, പെട്ടെന്ന് ഭഗവാൻ സൈലന്റായി. സ്വാമി നിശബ്ദനായപ്പോ എല്ലാവരും നിശബ്ദരായി. 4-5 മിനിറ്റ് കഴിഞ്ഞു, സ്വാമി ഒന്നും പറയുന്നില്ല, കുട്ടികൾ ഇങ്ങനെ അനങ്ങാതിരിക്കുകയാണ്. സ്വാമി പെട്ടെന്ന് അവരോട് ചോദിക്കുകയാണ്, എത്ര കാലം നിങ്ങൾ ഈ ശരീരത്തിന് പിന്നാലോട്? ഹൗ ലോങ് യു വിൽ റൺ ബിഹൈൻഡ് ദിസ് ബോഡി? ഭഗവാൻ അവരോട്, നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റാണ്, ഭഗവാൻ അവരോട് പറയുകയാണ്, കാണാത്ത സ്വാമിക്ക് കാണുന്ന സ്വാമിയേക്കാൾ ശക്തി കൂടുതലായിരിക്കും. കാണാത്ത ഭഗവാന് കാണുന്ന ഭഗവാനേക്കാൾ ശക്തി കൂടുതലായിരിക്കും. സ്വാമി ഒരു ഉദാഹരണം പറഞ്ഞു. വേര് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല, പക്ഷെ വേരിനാണ് പ്രാധാന്യം. മരത്തിനേക്കാൾ പ്രാധാന്യം വേരിനാണ്. വേരാണ് എല്ലാം നിലനിർത്തുന്നത്. സ്വാമി ഇദ്ദേഹത്തിന് ഒരു മോതിരം കൊടുത്തു. മോതിരം കൊടുത്ത് ഇദ്ദേഹം മോതിരം നോക്കിയിട്ട് ഇങ്ങനെ ആലോചിക്കുകയാണ്, എത്ര ആളുകൾക്ക് എന്തെല്ലാം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഭഗവാൻ എന്താ എനിക്കൊരു മിറക്കിൾ കാണിച്ചു തരാത്തത്? പെട്ടെന്ന് ഈ മോതിരത്തിന്റെ കല്ലുമ്മേ സ്വാമിയുടെ മുഖം പ്രത്യക്ഷപ്പെടുകയാണ്. സന്തോഷമായി. പിറ്റേ ദിവസം സ്വാമി ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ആ മോതിരം തിരിച്ചു മേടിക്കണം. കാരണം ബോഡി കോൺഷ്യസ് ഇത് വേണ്ട. സ്വാമിയുടെ ദിവ്യ ശരീരത്തിൽ സ്വാമി പറയാറുണ്ട് അത്രേ, പാദ നമസ്കാരം ചോദിക്കുമ്പോൾ സ്വാമി പറയും, ഇവിടെ ഇരിക്കുന്ന സ്വാമിയുടെ പാദ നമസ്കാരം എടുക്കാൻ പറയും. പുറത്ത് ചെയറിലിരിക്കുന്ന സിംഹാസനത്തിലിരിക്കുന്ന ഭഗവാന്റെ പാദ നമസ്കാരമല്ല, നിന്റെ ഉള്ളിലിരിക്കുന്ന എൻ്റെ പാദ നമസ്കാരം എടുക്കാൻ തയ്യാറാവാൻ സ്വാമി പറയുന്നുണ്ട്. ഇത് നമ്മൾ എപ്പോഴും സ്വാമി പറഞ്ഞു തരാറുണ്ട്, ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റാണ്. വളരെ അത്ഭുതകരമായിട്ട് അദ്ദേഹം പറഞ്ഞത്, സ്വാമിയുടെ മഹാസമാധിക്ക് ശേഷം അദ്ദേഹം കൊടൈക്കനാലിന്റെ കുറേ വർക്ക് അദ്ദേഹം ഏറ്റെടുത്തു. ആശ്രമത്തിൽ നന്നാക്കി പുതുക്കിയൊക്കെ പണിതു. സായി ശ്രുതി അദ്ദേഹം ഒരു ദിവസം നോക്കിയപ്പോൾ ഈ ഷീറ്റ് മുഴുവൻ തുരുമ്പ് പിടിച്ചിട്ടുണ്ട്. കംപ്ലീറ്റ് തുരുമ്പ് പിടിച്ചിട്ടുണ്ട്. എപ്പോ വേണേ പൊട്ടി വീഴാം. അദ്ദേഹം വേഗം എഞ്ചിനീയറെ വിളിപ്പിച്ചു. എഞ്ചിനീയറെ വിളിച്ചിട്ട് എഞ്ചിനീയറുടെ തുരുമ്പ് മുഴുവൻ കാണിച്ചു കൊടുത്തു. എഞ്ചിനീയർ പറഞ്ഞു, സാർ നമുക്ക് ചെയ്യാം, പക്ഷേ ഇത്രയും ഷീറ്റ് കൊടൈക്കനാലിന്റെ മലയുടെ കുന്നിന്റെ മലയുടെ മുകളിലേക്ക് വന്ന് ചെയ്യണമെങ്കിൽ മിനിമം 6 മാസമെങ്കിലും വേണം. ഇദ്ദേഹം പറഞ്ഞു, എനിക്ക് സ്വാമിയുടെ ആരാധന ഡേക്ക് മുമ്പ് ഇത് ചെയ്യണം, ആരാധന ഡേക്ക് മുമ്പ് ഇത് തീരണം. എഞ്ചിനീയർ പറഞ്ഞു, ഒരു സാധ്യതയില്ല. പിറ്റേ ദിവസം കാലത്ത് ഇദ്ദേഹം വന്ന് നോക്കുമ്പോൾ ആ ഷീറ്റുമ്പോ ഒരു തുരുമ്പ്, എല്ലാവർക്കും കാണാം, ഒരു തുരുമ്പ് പിടിച്ച ഷീറ്റ് മുഴുവൻ നല്ല തുരുമ്പില്ലാത്ത ഷീറ്റായിട്ട് മാറുകയാണ് ഒരു രാത്രി കൊണ്ട്. വേറൊന്ന് അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹത്തിന്റെ വൈഫ്, അവിടെ ഒരു ശ്രീകൃഷ്ണ വിഗ്രഹമുണ്ട്. ആ ശ്രീകൃഷ്ണ വിഗ്രഹത്തിന്റെ ഓടക്കുഴൽ കാണാനില്ല. ഇപ്പൊ വൈഫ് ഈ ഓടക്കുഴലിന്റെ എത്ര നീളം വേണമെന്നുള്ള അളവെടുക്കുകയാണ്. അളവെടുക്കുന്ന സമയത്ത് ഒരു 2 കൈ ഇങ്ങനെ പിടിച്ചാൽ എത്ര വിഭൂതി കയ്യെ കൊള്ളും അത്ര വിഭൂതി ഭഗവാൻ കൃഷ്ണന്റെ മേലേക്ക് ആ തോളത്ത് വന്ന് വീഴാണ്. കാണുന്ന സ്വാമിയേക്കാൾ ശക്തി കാണാത്ത സ്വാമിക്കാന്നുള്ളതിന് ഉദാഹരണങ്ങൾ പറയുകയാണ്. ഇപ്പൊ നമ്മളെല്ലാവരും മിക്കവാറും ഓർഗനൈസേഷൻ വർക്ക് ചെയ്യുന്നവരാണ്. നമുക്ക് ഓരോ ലക്ഷ്യം ഉണ്ടാവും. നമുക്ക് സമിതി ഇത്ര പോലെ ആവണം, ജില്ല എത്ര ആവണം, സ്റ്റേറ്റ് ഇത്ര ആവണം, എന്നെ സംബന്ധിച്ച് സോണിൽ ഇത്ര അധികം ആക്ടിവിറ്റീസ് ഉണ്ടാവണം, ഇങ്ങനെയൊക്കെ നമുക്ക് ഡ്രീംസ് ഉണ്ടാവും. വേണു ശ്രീനിവാസൻ സാർ ഒരു ദിവസം സ്വാമിയോട് പറയണേ, സ്വാമി എനിക്കൊരു പ്രാർത്ഥനയുണ്ട്. സ്വാമിക്ക് എന്നെ വേണം, നിനക്ക് എന്താ വേണ്ടേ നിനക്ക്? അതുകൊണ്ട് സ്വാമി എനിക്ക് പൂർണ്ണ ശരണാഗതി വേണമെന്ന് പറഞ്ഞു. പൂർണ്ണ ശരണാഗതി. സ്വാമി പറഞ്ഞു, ഇപ്പൊ ഒരുപാട് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഒരുപാട് ഫാക്ടറീസ് ഉണ്ട്, ഇവിടെയെല്ലാം നന്നായിട്ട് പ്രവർത്തിക്കണമെന്നുള്ള ആഗ്രഹം നിനക്ക് വേണം. അതുകൊണ്ട് കുറച്ച് ആഗ്രഹം നിനക്ക് ആവശ്യമാണ്. പൂർണ്ണ ശരണാഗതിക്ക് സമയമായിട്ടില്ല, കുറച്ചാഗ്രഹം നിനക്ക് വേണം. ആ ആഗ്രഹമാണ് നിന്റെ വർക്കിനെ മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് പറയുകയാണ്. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. വേറെന്നാ ഭഗവാൻ ഇദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, സ്വാമി എനിക്കൊരു ഭയമുണ്ട് എന്ന് പറയാണ്. സ്വാമി എനിക്കൊരു ഭയമുണ്ട്. സ്വാമിക്ക് എന്ത് ഭയമാണ് നിനക്കുള്ളത്? എന്ത് ഭയമാണ് നിനക്കുള്ളത്?
സ്വാമി, ഞാൻ എങ്ങനെ ഈ ലോകത്തുനിന്ന് പോവാ സ്വാമി എന്ന് ചോദിക്കുകയാണ്. ഏത് രീതിയിലായിരിക്കും ഞാൻ ഈ ലോകം വിട്ടു പോവുക? ആ സമയത്ത് വേണു ശ്രീനിവാസ സ്വാമിയുടെ സ്വാമി, ആ സമയത്ത് സ്വാമി ഉണ്ടാവും എൻ്റെ കൂടെ എന്ന് ചോദിക്കുകയാണ്. ഒരുപാട് കഥകൾ വായിച്ച, സംഭവങ്ങൾ വായിച്ച സുബ്ബമ്മ തപോവനം വായിക്കുമ്പോൾ കാണാം, സ്വാമിയെ കയ്യിലെടുത്ത് വളർത്തിയ കുഞ്ഞ്, സത്യനാരായണ എന്നുള്ള കുഞ്ഞിനെ കയ്യിലെടുത്ത് വളർത്തിയ സുബ്ബമ്മ. ദേവകി ഭഗവാനെ, കൃഷ്ണനെ പ്രസവിച്ചു വളർത്തിയത് മുഴുവൻ യശോദയാണ് വളർത്തമ്മ. യശോദയുടെ സ്ഥാനാണത്രേ ഈശ്വരാംബ പ്രസവിച്ചു, പക്ഷെ ഐ മീൻ വാട്ട് എവർ ഇറ്റ് മേ ബി, ഈശ്വരാംബ, പക്ഷെ വളർത്തിയത് മുഴുവൻ സുബ്ബമ്മയാണ് പലപ്പോഴും. ആ സുബ്ബമ്മ സ്വാമിയുടെ കൂടെയാണ് അവസാനം വരെ ഉണ്ടായിരുന്നത്. പുട്ടപർത്തിയിലേക്ക് വരാൻ പറയുന്നുണ്ട്. സുബ്ബമ്മയുടെ അവസാന സമയത്ത് സ്വാമി തിരുപ്പതിയിലേക്ക് പോവാണ്. കുറെ ഭക്തന്മാർ വിളിച്ചിട്ട് കൂടെ പോവാണ്. പോകുന്ന സമയത്ത് സ്വാമിക്ക് എല്ലാം അറിയാലോ. സുബ്ബമ്മയോട് പറയുന്നുണ്ട്, നിന്റെ മരണ സമയത്ത് ഞാൻ വന്ന് തീർത്ഥം തന്ന് വിഭൂതി തന്ന് നിന്റെ അവസാന നിമിഷത്തിൽ ഞാൻ ഉണ്ടാവാന്ന് സുബ്ബമ്മയോട് പറയുന്നുണ്ട്. സ്വാമി തിരുപ്പതിയിൽ എത്തിയപ്പോഴേക്ക് സുബ്ബമ്മ മരിച്ചു. സ്വാമി കൂടെയുള്ളവർ നമുക്ക് ഉടനെ പുട്ടപർത്തിയിൽ പ്രശാന്തിയിലേക്ക് തിരിച്ചു പോകണം. കുറെ സമയം എടുക്കില്ലേ അവിടുന്ന് എത്താൻ, കാറില്. വന്നപ്പോഴേക്കും സുബ്ബമ്മയുടെ ദേഹത്ത് നിറച്ച ഉറുമ്പരിച്ചു കിടങ്ങി. സ്വാമി കാറിൽ നിന്ന് ഇറങ്ങിയപ്പോഴേക്കും പറഞ്ഞു, സ്വാമി സുബ്ബമ്മ മരിച്ചു. സ്വാമി മരിച്ചിട്ടില്ല. ഡിവോട്ടീസ് പറഞ്ഞു, സ്വാമി മരിച്ചു, ഉറുമ്പ് കയറി തുടങ്ങി ദേഹത്ത്. സ്വാമി പറഞ്ഞു മരിച്ചിട്ടില്ല. സ്വാമി ഒരു വാക്ക് കൊടുത്തിട്ടുണ്ട് സുബ്ബമ്മയ്ക്ക്, അവസാന നിമിഷത്തിൽ ഞാൻ വന്ന് വിഭൂതി ഗംഗാ തീർത്ഥവും തരാൻ നിനക്ക്. ഉറുമ്പ് കയറി തുടങ്ങിയ സുബ്ബമ്മയുടെ ശരീരത്തിന്റെ അടുത്ത് വന്ന് സ്വാമി വിളിക്കുകയാണ്, സുബ്ബമ്മ നിന്റെ സ്വാമി ഇതാ വന്നിരിക്കുന്നു എന്ന് പറയാണ്. സുബ്ബമ്മ നിന്റെ സ്വാമി വന്നിരിക്കുന്നു. മരിച്ച സുബ്ബമ്മ കണ്ണു തുറക്കുകയാണ്. സ്വാമി നോക്കി, രണ്ട് കണ്ണിന്നും കണ്ണീരിങ്ങനെ ഒഴുകുകയാണ് സുബ്ബമ്മയുടെ. സ്വാമി തീർത്ഥം കൊടുത്തു, വിഭൂതി കൊടുത്തു. സ്വാമി തന്നെ കണ്ണടച്ചു, സുബ്ബമ്മയുടെ കണ്ണടച്ചു. തപോവനത്തിൽ എന്നേക്കുമായി സുബ്ബമ്മ കണ്ണടച്ചു എന്ന് പറയുന്നുണ്ട്. ഇത് തന്നെയാണ് ഈ വേണു ശ്രീനിവാസൻ സാറ് സ്വാമിയോട് ചോദിക്കേണ്ട, സ്വാമി എനിക്കൊരു ഭയമുണ്ട് സ്വാമി. എന്താ നിന്റെ ഭയം? ഞാൻ എങ്ങനെ സ്വാമി ലോകം വിട്ടുപോയി? ഏത് രീതിയിലായിരിക്കും ഞാൻ പോകുന്നത്? സ്വാമി എൻ്റെ കൂടെ ഉണ്ടാവുമെന്ന് ചോദിക്കും. സ്വാമി പറഞ്ഞു, ഞാൻ ഉണ്ടാവാം. നിന്റെ കയ്യെ പിടിച്ച് ഞാൻ കൊണ്ടേക്കൊള്ളാം എന്ന് പറയണം. സ്വാമി കൊടുത്തു ഉറപ്പ്, നിന്റെ കയ്യെ പിടിച്ചിട്ട് ഞാൻ കൊണ്ടേക്കൊള്ളാം. ഇദ്ദേഹം സ്വാമിയോട് ഒന്നും പറയില്ല. വൈഫും മക്കളുമാണ് പറയുക, മകനും മോളും ഉണ്ട്. ആ ഭഗവാന്റെ ചെയറിന്റെ അടുത്ത് ഇങ്ങനെ മിണ്ടാതെ സ്വാമിയെ നോക്കിയോണ്ടെങ്കിൽ ഒരു അക്ഷരം മിണ്ടില്ല. സ്വാമി എന്തെങ്കിലും ചോദിച്ചാൽ മാത്രമേ പറയൂ. ഒരു ദിവസം ഇന്റർവ്യൂ റൂമിൽ വെച്ച മകള് സ്വാമിയോട് പറഞ്ഞു, സ്വാമി ரொம்ப പ്രോബ്ലംസ് അപ്പാക്ക്, അച്ഛൻ ഒരുപാട് പ്രോബ്ലംസിന്റെ ഫാക്ടറിയില്. സ്വാമി അദ്ദേഹത്തിനെ നോക്കിയിട്ട് സ്വാമി പറഞ്ഞു, ഇവൻ ചൊല്ലലേയില്ല, ഇവൻ എന്നോട് പറഞ്ഞില്ലല്ലോ ഇതുവരെ. ഈ പ്രോബ്ലംസ് ഉണ്ടെന്ന് ഇവൻ ഇന്ന് വരെ എന്നോട് പറഞ്ഞില്ലല്ലോ. കവളത്ത് ഇങ്ങനെ തട്ടിയിട്ട് പറഞ്ഞു, ഗുഡ് ബോയ്, നല്ല കുട്ടി. സ്വാമിക്ക് എല്ലാം അറിയാലോ, അതുകൊണ്ടാണ് പറയാഞ്ഞത്. സ്വാമിക്ക് എല്ലാം അറിയാം, ഞാൻ എന്തിനാ പറയുന്നത്? ഗുഡ് ബോയ്. അത് കഴിഞ്ഞ് സ്വാമി ഒരു വാക്ക് കൊടുക്കണ്ട മകൾക്ക്, അവന്റെ എല്ലാ ഡിസപ്പോയിന്റ്മെന്റ്സും ഞാൻ അപ്പോയിന്റ്മെന്റ്സ് ആക്കി മാറ്റിക്കൊള്ളാം. ഇതാണ് സ്വാമിയെ പരിപൂർണമായിട്ട് ശരണാഗതിയായി കഴിഞ്ഞാൽ. ശരണാഗതി ബുദ്ധിമുട്ടാണ്, പക്ഷെ ഭഗവാനെ പൂർണ്ണമായിട്ട് നമ്മളിങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ സ്വാമി പറയുകയാണ്, നിന്റെ എല്ലാ നിരാശയും ഞാൻ അപ്പോയിന്റ്മെന്റ്സ് ആക്കി മാറ്റിക്കൊള്ളാം. നീ ചിലരെങ്കിലും കുടുംബറാവുവിനെ കണ്ടു കാണും, ലക്ഷ്മണനെ ഉറപ്പായിട്ട് കണ്ടു കാണും. ആദ്യത്തെ സെക്രട്ടറി, സെൻട്രൽ ട്രസ്റ്റിന്റെ. കുടുംബറാവുവിന് അവസാനം അസുഖമായിരുന്നു. മുകളിൽ നിന്ന് താഴത്തെ റൂമിലേക്ക് താമസം മാറ്റി. മരിക്കണേന്റെ തലേ ദിവസം ഫയൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഫയൽ അദ്ദേഹം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. വയറുവേദനയാണ്. ഓപ്പറേറ്റ് ചെയ്തപ്പോൾ ക്യാൻസർ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. ഡോക്ടർ പറഞ്ഞു ഒന്നും ചെയ്യാൻ പറ്റില്ല, അതേപോലെ മൂടി വെച്ചു.
ഒരു തവണ പോലും ശ്രീ കുടുംബറാവു ഭഗവാന്റെ അടുത്ത് സ്വാമി എനിക്ക് അസുഖമുണ്ടെന്ന് പറഞ്ഞിട്ടില്ല. അസുഖമുണ്ടെന്ന് മിണ്ടി സ്വാമിക്ക് അറിയാലോ എന്നുള്ള ഭാവത്തില്. ഇത് തന്നെയാണ് വേണു ശ്രീനിവാസൻ സാർ പറഞ്ഞത്. ഞാൻ എന്തിനാണ് വൈഫ് ചോദിക്കുക എന്താ മിണ്ടാതിരിക്കണത്, ഭഗവാൻ എല്ലാം അറിയാലോ, ഞാൻ എന്തിനാണ് ഞാൻ സ്വാമിയോട് പറയുന്നത്. അചഞ്ചലമായ വിശ്വാസം, ഭഗവാനിൽ പരിപൂർണമായിട്ടുള്ള വിശ്വാസവും സമർപ്പണവും ഒരു ഡിവോട്ടിയെ എവിടം വരെ എത്തിക്കുന്നുള്ളതിന്റെ ബ്യൂട്ടിഫുൾ ആയ ഉദാഹരണമാണ് വേണു ശ്രീനിവാസൻ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് റേഡിയോ സായിൽ ഇന്റർവ്യൂവിൽ പറഞ്ഞത്. ഈ പാഠങ്ങൾ നമുക്ക് വളരെ പ്രധാനപ്പെട്ടാണ്. കാരണം ഈ പാഠങ്ങളെല്ലാം നേരിട്ട് സ്വാമിയുടെ നിന്ന് കിട്ടിയതാണ്. ഈ പാഠങ്ങളിൽ ഏതെല്ലാം ചിലതെങ്കിലും നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ സാധിച്ചാൽ നമ്മുടെ ജീവിതം ധന്യമാകും, ഭഗവാനിലേക്കുള്ള യാത്ര എളുപ്പമാകും. അങ്ങനെയാകാൻ സ്വാമി നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പറഞ്ഞതെല്ലാം, സ്വാമി പറയിപ്പിച്ചതെല്ലാം ഭഗവാന്റെ തൃപ്പാദത്തിൽ സമർപ്പിക്കുന്നു. എല്ലാ സഹോദരി സഹോദരന്മാർക്കും സ്വാമിയുടെ പൂർണ്ണ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജയ് ശ്രീരാം. ജയ് ശ്രീരാം. സായിരാം 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 സായിരാം.